മരുവൽക്കരണത്തിൽ നിന്നും വരൾച്ചയിൽ നിന്നും ഭൂമിയെ കാക്കാം എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ആലപ്പുഴ ഇത്തവണത്തെ ലോക പരിസ്ഥിതി ദിനം ആചരിച്ചു. വൈവിധ്യങ്ങളായ പരിപാടികൾ കൊണ്ട് ഏറെ ശ്രദ്ധേയമായ ഈ ദിനാചരണത്തിൻ്റെ സ്ഥാപനതല ഉദ്ഘാടനം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ജമുന വർഗീസ് നിർവഹിച്ചു. ആശുപത്രി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടത്തിയ പരിപാടിയിൽ പ്രകൃതിയെ ഹരിതവമാക്കുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്ന വിവിധ മേഖലകളിലെ വ്യക്തികളെയും ആദരിച്ചു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനു വർഗീസ്, ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ കെ ദീപ്തി, ഡെപ്യൂട്ടി സൂപ്രണ്ട് ഡോക്ടർ ശ്യാമമോൾ PS, വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലെ മെഡിക്കൽ ഓഫീസർമാർ, ലേ സെക്രട്ടറി കല, നഴ്സിംഗ് സൂപ്രണ്ടുമാരായ ബിന്ദു S, M ബീന, PRO രമ്യ, ഹെൽത്ത് ഇൻസ്പെക്ടർ ജയകൃഷ്ണൻ S, നഴ്സിംഗ് ഓഫീസർ ഇന്ദുലേഖ എന്നിവർ നേതൃത്വം നൽകി. ഇതോടൊപ്പം നവജാത ശിശുക്കൾക്കും രോഗപ്രതിരോധ കുത്തിവയ്പ്പിനടക്കം ആശുപത്രിയിലെത്തിയവർക്കും വൃക്ഷത്തൈകൾ സൗജന്യമായി വിതരണം ചെയ്തു. വരും തലമുറകൾക്കായി പ്രകൃതിയെ കാത്തുസൂക്ഷിക്കുമെന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ടുള്ള സിഗ്നേച്ചർ ക്യാമ്പയിൻ ആശുപത്രി ജീവനക്കാർ, BC കോളേജ്, ചമനാഗരിയിലെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ എന്നിവർ ദിനത്തിൻ്റെ പ്രാധാന്യമോതുന്ന വൈവിധ്യങ്ങളായ കലാപരിപാടികളും അവതരിപ്പിച്ചു. തുടർന്ന് വനംവകുപ്പിൻ്റെ സഹകരണത്തോടെ ആശുപത്രിക്ക് ലഭിച്ചതും ജീവനക്കാർ എത്തിച്ചതുമായ വൃക്ഷത്തൈകൾ നട്ടു. ഓരോ വ്യക്തിയും അത് ആ രീതിയിൽ അത് ഏറ്റെടുത്ത് നമ്മുടെ ഒരു എന്താ പറയുക, ഒരു ചുമതലയായിട്ട് തന്നെ, നമ്മുടെ ഒരു നിയോഗമായിട്ട് തന്നെ ഏറ്റെടുത്ത് പ്രകൃതി സംരക്ഷണത്തിന് എല്ലാവരും മുന്നോട്ട് വരണം എന്ന് ഞാൻ എന്നോട് തന്നെയാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും അതിലേക്ക് വരും എന്നുള്ള ഒരു പ്രതീക്ഷയോടെ ഞാൻ ഈ ഇതിലേക്ക് എന്നെ ക്ഷണിച്ച് നിങ്ങളെല്ലാവരെയും എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ 500 വൃക്ഷത്തൈകളാണെന്ന് പറഞ്ഞിട്ട് 500 വൃക്ഷത്തൈകളും പടർന്നു പന്തലിച്ച് നല്ല കടൽ മരങ്ങളും അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങളുണ്ടെങ്കിലും ഫലവൃക്ഷങ്ങളും ഒക്കെ ആയിട്ട് പൂക്കട്ടെ, കായ്ക്കട്ടെ എന്നൊക്കെ തന്നെ ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ ഒരു പരിപാടി അതായത് പരിസ്ഥിതിക്കായിട്ട് നമ്മൾ ഓരോ ദിവസം മാറ്റിയെടുക്കുന്നു എന്ന രീതിയിൽ നമ്മൾ ഓരോ വർഷവും പരിസ്ഥിതിയും ആഘോഷിക്കുന്നു. നമുക്കറിയാം, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് ഇതിൻ്റെ ആവശ്യകത ഇപ്പോൾ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടം തന്നെയാണ്. അതിൽ എടുത്ത് പറയേണ്ടത് ഇപ്പോൾ ഉണ്ടായിട്ടുള്ള ഈ കാലാവസ്ഥ വ്യതിയാനമാണ്. അതായത് മഴ ഉണ്ടാകുന്ന സമയത്ത് അഖണ്ഡമായ ചൂടിൻ്റെ സമയത്ത് മഴയാണെങ്കിൽ പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിൽ പരിസ്ഥിതി നമുക്ക് തിരിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നതിനൊക്കെ എതിരായിട്ട്. അപ്പോൾ നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. ഈ വായുവും മണ്ണും ഭൂമിയൊന്നും ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. അതായത് ഓരോ ജീവിതാംഗങ്ങളുടെയും സംരക്ഷണത്തിൽ പരിസ്ഥിതി വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ പരിസ്ഥിതി സംരക്ഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരുടെയും കടമയാണ്.